എന്തുവാ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്? ഇതിപ്പോ ചൈനയിലൊക്കെ ഉണ്ടാക്കിയ ഒരു കിളി പോലെ ഇരിക്കുന്ന ഒരു പ്ലെയിൻ പോലത്തെ സാധനം. പറക്കുന്ന സാധനമോ? പറക്കുന്നു. സംഗതി ഒറിജിനൽ ആണോ അതോ വല്ല ഫേക്ക് വല്ലോ ആണോ? ഒന്നും അറിയത്തില്ല. 8 മില്യൺ വ്യൂസ് ഒക്കെ കയറിയിട്ടുണ്ട്. കമന്റ് ചെയ്യാൻ നോക്കിയില്ല, സത്യം ഒന്നും അറിയത്തില്ല. എന്നാ പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ട്രൈ ചെയ്യാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് ആൻഡ് ട്രാവലിലെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു വ്യത്യസ്ത വീഡിയോ ആണ്. ചെറിയൊരു പേപ്പർ ബേർഡ് എന്ന് പറയും. നമ്മുടെ യൂട്യൂബിലൊക്കെ കഴിഞ്ഞ കുറച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഏകദേശം ഒരു 3-4 ആഴ്ചയൊക്കെ ആയി കാണും. അപ്പം ഞങ്ങൾ അതിൽ നിന്നൊരു പരീക്ഷണമാണ് അതിൻ്റെ, അതായത് അത് ഫേക്കാണോ അതോ ഒറിജിനൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഒരു വെറും പേപ്പർ ബേർഡ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് ഒരു പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട്, പ്രത്യേക ആകൃതി ചുരുട്ടിയിട്ട് അതിലൊരു ചിറകും കൂടെ ഫിറ്റ് ചെയ്ത് അതിൽ പറക്കുമെന്നാണ് അവർ പറയുന്നത്. ഉണ്ടാകുന്ന രീതിയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിന്ന് ചെറിയൊരു പരീക്ഷണമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പം ഗൈസ്, നമുക്കിതിന് ആവശ്യമായിട്ട് വേണ്ടിയ ജസ്റ്റ് ഒരു A4 സൈസ് പേപ്പർ മാത്രമാണ്. ഇപ്പം ഞാനിന്നൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്നാൽ നമ്മുടെ പണി തുടങ്ങാം. ആദ്യമായിട്ട് നമ്മളിത് ഒരു ചതുരത്തിലുണ്ടാക്കുക, അതായത് സ്ക്വയർ ഷേപ്പിലുണ്ടാക്കുക. അതിനുവേണ്ടി നമ്മൾ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയാൽ മതി. ഒരു റൈറ്റ് ട്രയാങ്കിൾ രീതിയിൽ മടക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ മടക്കിയ ശേഷം നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം മുറിച്ച് കളയുക. ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള കത്രിയോ എല്ലാം ഉപയോഗിച്ച് ഈ ഭാഗം നമുക്കിവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റി വെക്കുക. ശേഷം നമുക്കിപ്പോൾ ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിട്ടി. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മറ്റൊരു ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കണം. നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ ഇത് ഒരു കട്ടിങ് വരുത്തണം. ഇവിടെ കറക്റ്റിൻ്റെ സൈസിൽ തന്നെ നമ്മളിത് ചെയ്യണം. ഓക്കെ, ഇപ്പം തന്നെ ഇങ്ങനെ നമുക്കൊരു ഡയമണ്ട് ഷേപ്പിൽ, അതായത് അതിൻ്റെ 4 വരകളും നമുക്ക് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അത് കറക്റ്റ് നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഏകദേശം ഇങ്ങനെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം മടക്കുക. ഓക്കെ, മടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അതിങ്ങനെ ആ വര ഒരു എഡ്ജായിട്ട് വെച്ചിട്ട് വീണ്ടും മടക്കുക. നമ്മളിത് ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. നമുക്കറിയത്തില്ല ഇത് സക്സസ് ആവുമോ ഫെയിൽ ആവുമോ നമുക്കറിയത്തില്ല. നമ്മൾ പരീക്ഷണമാണ്. കാരണം ഇതൊരു ചൈനീസ് വീഡിയോ ആയിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും നമുക്ക് ഒരു മടക്കും കൂടെ ഉണ്ട്. അതേപോലെ ആ സൈസിൽ ആ എഡ്ജ് വെച്ചിട്ട് ഒരു മടക്കും കൂടെ മടക്കുക. പിന്നെ അടുത്ത മടക്ക് നേരെ ഇത് എടുത്തിട്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് മടക്കുക. ഓക്കെ, ശേഷം നമുക്ക് കണ്ട് ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മുടെ കറക്റ്റ് സൈസ്. കണ്ടില്ലേ, ഒരു ട്രയാങ്കിൾ പോലത്തെ ഭാഗം കിട്ടി. ഇത് നമ്മുടെ ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 2 അറ്റങ്ങൾ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ അകത്ത് വശത്തൂടെ ഇങ്ങനെ മടക്കുക. അതായത് ജസ്റ്റ് ഒരു വട്ടം പോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ 2 ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കയറ്റുക. ഒത്തിരി കയറ്റല്ല, കുറച്ച് കയറ്റി ഇങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിത് ടേപ്പ് ഒട്ടിക്കണം. ഓക്കെ, നമ്മൾ അത് ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഫോൾഡ് ചെയ്ത് നമ്മൾ അത് ടേപ്പ് ഒട്ടിച്ചു. നമ്മൾ ഒട്ടിച്ച ശേഷം ഇങ്ങനെ ഇരിക്കും സാധനം കണ്ടാൽ. ഇതൊരു കുഴൽ പോലിരിക്കുന്ന ഒരു സാധനമാണ് പേപ്പർ വെച്ച്. നമുക്കിനി അതിൻ്റെ ചിറക് ഫിറ്റ് ചെയ്യേണ്ടത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ ചിറക് ഫിറ്റ് ചെയ്യണം. ബാക്കി വന്ന പീസാണ്. ഈക്വൽ പീസായിട്ട് നമ്മൾ മടക്കുക. മടക്കിയതിന് ശേഷം ഒരു പീസ് മുറിച്ചെടുക്കരുത്. നമ്മൾ
ഇതിൻ്റെ ഏകദേശം ഈ ചിറകിൻ്റെ ഏകദേശം നടുഭാഗം നമ്മൾ കണ്ടുപിടിച്ചു. അതിങ്ങനെ മടക്കിയാൽ നമുക്ക് കിട്ടും നടുഭാഗം. ആ നടുഭാഗം ഈ കറക്റ്റ് നടുക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒന്ന് ടേപ്പ് പിടിച്ച് കൊടുക്കണം. ഓക്കെ, ഞാനിത് നേരത്തെ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. നമുക്ക് രണ്ടും വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയാണ്. കാരണം നേരത്തെ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. നമുക്ക് ജസ്റ്റ് ഇന്ന് പറത്തി നോക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ഒറിജിനാലിറ്റി നോക്കിയപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പേപ്പർ ബേഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാണ് പോവാണ്. ഇനി എങ്ങനെ ഇത് നല്ല രീതിയിൽ പറക്കോ ഇല്ലയോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പറത്തി നോക്കാം. ഈ സാധനം പേപ്പർ ബേഡ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഇപ്പം എന്താണ്ട് ജോയ് അവിടെ കയറി അതിപ്പം വിടാൻ നോക്കുന്നു. ഓക്കെ, വിട്ടോ. അതാണ്ടറാ പറക്കുന്നുണ്ടറാ, പറന്നു പോയി. നമ്മൾ വേറെ വലിയ പേപ്പറും കൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കണം. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കാറ്റ് അടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് വേണം. അതായത് ഈ കുഴൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തൂടെ കാറ്റ് കയറിയിട്ട് വേണം ഇത് പറന്നു പോകാനും. നല്ല രസമാണ്. ചെറുതൊക്കെ നല്ല പക്ഷി അടിച്ചു പോകുന്ന പോലെയാണ് നമുക്ക് കാണുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്. അപ്പം കൈസ് ഇത് ജസ്റ്റ് ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണിത്. വാഴക്കൊല അടിച്ച് താനും താഴെ പോയി. ഇനി അടുത്ത ചെറുതൊന്ന് വിട്ടു നോക്കാം. അത് നൈസായിരുന്നു. അപ്പോൾ കേസ് നിങ്ങൾ കണ്ടില്ല, നല്ല സൂപ്പറായിട്ടാണ് സാധനം നമ്മുടെ പേപ്പർ ബേഡ് പറന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനമൊക്കെ ട്രൈ ചെയ്യുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു വീഡിയോ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ നമ്മുടെ കാര്യം സക്സസ് ആയിട്ടുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നല്ല ഹൈറ്റുള്ള സ്ഥലത്ത് പോയി സാധനം വിടണം. അതുപോലെ തന്നെ നല്ല കാറ്റുള്ളിടത്ത് കാറ്റിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിട്ടെങ്കിൽ നല്ല രീതിയിൽ പറക്കത്തുള്ളൂ. ചിറക്കെ അടിച്ച് പറന്നു പോകാൻ നല്ല രസമാണ്, പക്ഷിയെ പോലെ. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു പേപ്പറിന് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ, വേറെ നമുക്ക് ആവശ്യങ്ങളൊന്നുമില്ല. പറഞ്ഞിരിക്കുന്ന പോലെ ഇതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഫോൾഡിങ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പേപ്പറിൽ മടക്കുകളൊന്നും കൂടുതൽ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് ആ ചിറകൻ്റെ ഭാഗത്ത് ചിറകിൻ്റെ ലെങ്തും അതിൻ്റെ കറക്റ്റ് നടുവ് ഭാഗം തന്നെ ഒട്ടിക്കാവും. എന്നാലേ കറക്റ്റായിട്ട് ഇത് പറന്നു പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി 2-3 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോയി. അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ അത് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ക്യാമറമാൻ ജോലിനോടൊപ്പം ദിസ് ഈസ് ഏവൻ സൈനിങ്.